അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി കീമയും പുട്ടുമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കണത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റെസിപ്പി കഴിക്കണത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് 2 സവാള, 4 പച്ചമുളക്, അതേപോലെ മീഡിയം സൈസിലുള്ള ഇഞ്ചി, 4 വെളുത്തുള്ളി, വേപ്പില, മല്ലിച്ചപ്പ്. എന്നിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തന്നെ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് അതിന് ശേഷം ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്തിരി നല്ല ജീരകം, പെരുജീരകം ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മൂത്ത് വരുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം എടുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. ചെറിയ പീസാക്കിയിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടാനാണ്. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മീറ്റ് മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നന്നായി തന്നെ വഴന്ന് വരണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ മീറ്റ് മസാല. എന്നിട്ട് അതിന് ശേഷം ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഈ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കീമ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് കീമ ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് അതിലേക്ക് കീമ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റൂട്ടാ. നല്ല റെസിപ്പി ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, ടേസ്റ്റും ഉണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പാനൊന്ന് മാറ്റിയിട്ട് അടുത്ത പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ പാനിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലൂസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ലൂസായിട്ട് എടുക്കുമ്പോൾ പുട്ടിലേക്ക് കറി വേണമെന്നില്ല, കറി അല്ലെങ്കിലും വേണമെന്നില്ല കേട്ടോ കറി. ഇത് മാത്രം കൂട്ടിയിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂട്ടത്തിലൊരു പപ്പടും പാൽച്ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക വെച്ചെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 1.5 ഗ്ലാസ് പുട്ടിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് ആദ്യം കീമ ഇട്ട് കൊടുത്ത് അതിന് ശേഷം പുട്ടുപൊടി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ടു റെഡിയായി. ഇത്രയും മൊരിയിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ക്യാരറ്റ് പുട്ടൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്ക്. രണ്ടും കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു. നമ്മൾ ഇറച്ചി പുട്ടുണ്ടാക്കണ അതേ ടേസ്റ്റ് തന്നെ ഇതിനും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു പാൽച്ചായം കൂടെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ റെസിപ്പി അടിപൊളിയാണ്.
ഇഷ്ടമായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.